നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ വിജയ പഥത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഹെയ്റ്റിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കുറച്ച് കളികൾക്ക് ശേഷം ബ്രസീൽ ഇതാ ക്ലീൻ ഷീറ്റൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ 3 പോയിൻറ്റോടുകൂടി ഇപ്പോൾ 2 കളി 4 പോയിൻറ്റ്. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്താണ്. മാത്യസ് കുഞ്ഞയുടെ ഇരട്ട ഗോളുകൾ, വിനി ജൂനിയറുടെ ഒരു ഗോള്, വിനിയുടെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ലൂക്കാസ് പക്കേറ്റൊക്കെ ഒരു അസിസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് സൂപ്പർ താരങ്ങളുടെ പേരിലാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് 3-0 ജയിച്ചല്ലോ, ഇത് മതിയോ, ഈ കളി മതിയോ? നമ്മളൊന്ന് ഒരു ക്വിക്ക് റിവ്യൂ, സമഗ്ര വിശകലനമല്ല, കളി കണ്ട പാടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. സമഗ്രമായിട്ടുള്ള വിശകലനം നമ്മൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഷിയാബ് സാറുമൊത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വിശദീകരിച്ചിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. ഏതായാലും ഇപ്പോൾ നമുക്കൊരു ക്വിക്ക് റിവ്യൂ എന്ന രൂപത്തിലൊന്ന് പറഞ്ഞു പോകും. കളി കണ്ട പാടെയുള്ള അഭിപ്രായങ്ങളാണ്. അത് അത്രത്തോളം സമഗ്രമല്ല. നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യും. 3-0 വിജയം, ഗംഭീര വിജയം എന്ന് സ്കോർ ബോർഡ് നോക്കി പറയാൻ വരട്ടെ. എതിരാളികൾ ഹെയ്റ്റിയാണ്. അവരുടെ ഫിഫ റാങ്കിങ് 85ഒക്കെയാണ്. ബ്രസീൽ ഒരു 5-6 ഗോളെങ്കിലും നേടുമെന്നാണ് ഹാഫ് ടൈം കഴിയുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീതി. പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് ഹൊറിബിൾ പറയാതിരിക്കാൻ വയ്യ. സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ മോശം പ്രകടനമാണ് നടത്തിയത്. അപ്പോൾ കളിയുടെ തുടക്കത്തിൽ ഇപ്പോൾ ബ്രസീൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെയുള്ള അതേ ലൈനപ്പും കൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. ഗോൾ കീപ്പറായിട്ട് ആൻഡേഴ്സണും, ഡിഫൻസിൽ ഡാനിലോയും, മാർക്കിഞ്ഞോസും, ഗബ്രിയൽ മെഗല്ലസും, ഡഗ്ലസ് സാൻഡോസും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമറസും, കാസമിറോയും, ലൂക്കാസ് പക്കേറ്റയും, മുന്നേറ്റത്തിൽ റാഫിഞ്ഞയും, മാത്യസ് കുഞ്ഞയും, വിനി ജൂനിയറും. ഇതായിരുന്നു ബ്രസീലിൻ്റെ ഒരു 11. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത സെയിം 11 തന്നെയാണ്. അപ്പോൾ ഈ 11 വെച്ച് കളിക്കുമ്പോൾ മറുഭാഗത്ത് ഹെയ്റ്റി 5 ഡിഫൻഡർമാരെ അങ്ങ് അണിനിരത്തിക്കൊണ്ട് ബ്രസീലിനെ പൂട്ടാൻ തന്നെയായിരുന്നു പ്ലാന്. ഒരു ആദ്യത്തെ 10-20 മിനിറ്റ് ബ്രസീൽ അത്ര ഒരു മികച്ച രൂപത്തിൽ അറ്റാക്കുകളൊക്കെ നടത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടയ്ക്ക് നല്ല അവസരങ്ങൾ ഇപ്പോൾ റാഫിഞ്ഞൊക്കെ കിട്ടിയിരുന്നു. റാഫിഞ്ഞ പന്ത് വലയിലേക്ക് എത്തിച്ചെങ്കിലും അത് ഓഫ് സൈഡായി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അപ്പം കളി ആ രൂപത്തിൽ പുരോഗമിക്കുമ്പോഴാണ് ബ്രസീലിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. മാത്യസ് കുഞ്ഞയുടെ പേരിലാണ് ഗോൾ രേഖപ്പെടുത്തിയതെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്ക് വിനിക്കുള്ളൊരു റോള് എടുത്തു പറയേണ്ടതാണ്. വിനി ജൂനിയർ നല്ലൊരു ഷോട്ട് ഉതിർത്തു. ആ ഉതിർത്ത ഷോട്ട് തടയപ്പെടുന്നു. അതിനെ തുടർന്നാണ് ആ ഒരു റീബൗണ്ടിൽ അവരുടെ ഡിഫൻഡർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ബ്രസീലിന് വേണ്ടി കുഞ്ഞ അവിടെ ശ്രമിക്കുന്നു. ഒടുവിൽ കുഞ്ഞയുടെ പേരിൽ ആ ഗോള് അങ്ങ് ഗോളായി മാറുകയായിരുന്നു. അതിന് മുമ്പ് റാഫിഞ്ഞൊക്കെ ഒരു ഓപ്പൺ ചാൻസൊക്കെ ഗോൾ കീപ്പർ മുന്നോട്ട് കയറി വന്നിട്ട് അതടിച്ചത് വൈഡായി പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും നിരാശാജനകമാണ് റാഫിഞ്ഞ കളിച്ച കളി. പരിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന തുടക്കം മുതലെന്ന ഫീലിങ്ങും ഉണ്ടായി. ഏതായാലും ഈ 23-ാമത്തെ മിനിറ്റിലെ ഗോള് ബ്രസീലിന് വീണ്ടും വഴികൾ തുറക്കുന്നു. 2ാമത്തെ ഗോളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഇത് ഉണ്ടാക്കിയെടുത്ത ഗോളാന്ന് പറയും. ഹെയ്ത്തിക്ക് കുറച്ചുകൂടി ബോൾ കൊണ്ട് കളിക്കാനുള്ളൊരു സമയം കൊടുക്കുന്നു. അപ്പം സ്പേസ് അവിടെ ഓപ്പൺ അപ്പ് ആക്കാനാണ് അതിൽ ശ്രമിച്ചത്. അങ്ങനെ തന്നെയാണ് പിന്നീട് ആ ബോള് അവർ വലയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിനി ജൂനിയർ കൊടുക്കുന്ന ബോള് മനോഹരമായിട്ട് മാത്യസ് കുഞ്ഞ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ബ്രസീൽ 2-0 ലീഡിലേക്ക് പോയി. കളി പുരോഗമിക്കവേ കളിയുടെ അവസാന ഘട്ടത്തിലാണ് വിനിയുടെ ഗോൾ വന്നത്. അത് പക്കറ്റേഡിൽ നിന്ന് ബോൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഫിനിഷ് ചെയ്ത അതിസുന്ദരമായ ഫിനിഷിംഗ് ആയിരുന്നു. 3-0 ഇടവേള സമയത്ത് ബ്രസീൽ കസറുകയാണല്ലോ എന്ന് തോന്നി. നിരാശയുണ്ടാക്കിയ കാര്യം 1-2 പ്ലേയേഴ്സിൻ്റെ പ്രകടനം നിരാശാജനകമായിരുന്നു. റാഫിഞ്ഞയുടെ പ്രകടനം നിരാശാജനകമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതൊരു സീരിയസ് ഇഞ്ചുറി അല്ല എന്ന് തന്നെ കരുതാം. ചാൻസ് എടുക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. കാരണം ഈ കളി എന്തായാലും ഇപ്പോൾ ബ്രസീൽ ജയിക്കും എന്നൊരു ഫീൽ അപ്പം തന്നെ ഉണ്ട്. പിന്നെ വെറുതെ ചാൻസ് എടുക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കണം, റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പിൻവലിച്ചതാവണം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കാസമിറോയുടെ പെർഫോമൻസ് ആദ്യ പകുതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നുകൂടി ഇമ്പ്രൂവ് ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഒരു ഫസ്റ്റ് 20 മിനിറ്റ്സ് അത്ര മികച്ചതായിരുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിൽ ലോങ് ബോളുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ബ്രസീൽ കാര്യങ്ങൾ മാറ്റിയതോടുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവുന്ന രൂപമാണ് നമ്മൾ കണ്ടത്. പിന്നെ ലൂക്കാസ് പക്വേറ്റ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് വേണ്ടി നന്നായി കളിച്ച താരങ്ങളിൽ ഒരാൾ ലൂക്കാസ് പക്വേറ്റയാണ് എന്ന് പറയേണ്ടി വരും. വിനി ജൂനിയർ അബ്സല്യൂട്ട്ലി സൂപ്പർബായിട്ട് ഫസ്റ്റ് ഹാഫിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വകയാണ്. സത്യം പറഞ്ഞാൽ 3 ഗോളിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. 2ാമത്തെ ഗോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ്, 3ാമത്തെ ഗോൾ അദ്ദേഹം അടിച്ചതുമാണ്. ആദ്യത്തും അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വന്ന റീബൗണ്ടിൽ നിന്നുള്ളതാണ്. സോ വിനി ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്ന് പറയേണ്ടി വരും. മാത്യസ് കുഞ്ഞ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റി. ഹി വാസ് ഓൾസോ വെരി ഗുഡ്. പിന്നെ ഡഗ്ലസ് സാൻഡോസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണിക്കുന്നു.
റാഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കാസമിറോയുടെ കാര്യവും പറഞ്ഞു. അദ്ദേഹം വെരി പുവർ പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ നടത്തിയത്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണം എന്നുള്ളത് അഞ്ചലോട്ടി ഇനി ആലോചിക്കണമെന്ന് തോന്നിപ്പോകുന്ന ഒരു പ്രകടനമാണ് വന്നത്. ഓവറോൾ മോശമല്ലാത്തൊരു പ്രകടനം ആദ്യ പകുതി ബ്രസീൽ നടത്തി. പക്ഷേ രണ്ടാം പകുതി എനിക്ക് തോന്നിയത് റിയലി ഹൊറിബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ബ്രസീൽ പോയി എന്നുള്ളതാണ്. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് ബ്രസീലിന് 3 ഗോളുകളുടെ കോൺഫിഡൻസ് ഒക്കെ ഉള്ള സമയത്ത്. അതേസമയം ഹെയ്ത്തി അവരുടെ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തി. മധ്യനിരയിലേക്കും മുന്നേറ്റത്തിലേക്കും കൂടുതൽ താരങ്ങൾ അവർ കൊണ്ടുവന്നു. ബ്രസീലിനെ കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവർ സംജാതമാക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഗെയിം പുരോഗമിക്കും തോറും ബ്രസീലിൻ്റെ ഭാഗത്തേക്ക് കയറി വരുന്ന അവസ്ഥയും ഗോളിലേക്ക് വഴിവെക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നത് കണ്ടത്. തീർച്ചയായിട്ടും ഇത് വമ്പൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ബ്രസീലിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും പിന്നീട് കോച്ച് മാത്യൂസ് കുഞ്ചയെയും പിൻവലിച്ച് എൻട്രിക്കിനെയും ലൂക്കാസ് പക്കറ്റ് പിൻവലിച്ച് ഗബ്രിയൽ മാർട്ടിനെലിനെയും കൊണ്ടുവന്നു. അപ്പോൾ ഇടതുപാർശ്വത്തിൽ ഓൾറെഡി വിനി ഉള്ളപ്പോഴാണ് ഗബ്രിയൽ മാർട്ടിനെലിയെ കൊണ്ടുവന്നിരുന്നത്. ഏതായാലും നല്ല രൂപത്തിലൊരു ബാക്കിൽ വിനി കൊടുത്തു ഗബ്രിയൽ മാർട്ടിനെല്ലി. അത് അടിച്ചു, നല്ല പവർഫുൾ സൂപ്പർ ഷോട്ടായിരുന്നു. പക്ഷേ അത് ബാറിലടിച്ച് പോയി. പക്ഷേ അതിനുശേഷം പിന്നെ റിപ്ലൈയിൽ അത് ഓഫ് സൈഡാണ് എന്ന രൂപത്തിലുള്ളൊരു വിലയിരുത്തൽ. എന്തായാലും റഫറി അത് ഓഫ് സൈഡ് വിളിച്ചു. ബട്ട് ചെറിയ കൺഫ്യൂഷൻ അതിലുണ്ടായോ എന്ന് സംശയമുണ്ട്. എന്തായാലും കളി പുരോഗമിക്കുക വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി. അതായത് ബ്രൂണോ ഗൊമേഴ്സിനെ പിൻവലിച്ച് എഡേഴ്സും വന്നു, വിനിയെ പിൻവലിച്ച് ഡാനിലോയൊക്കെ ഇറക്കി. പക്ഷേ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ഹെയ്ത്തി കൂടുതൽ ശ്രമങ്ങളുമായിട്ട് ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് വരുന്നത് കണ്ടു. ഏതായാലും ഈ കളിയിൽ ആലിസണ് അദ്ദേഹത്തിന് ഒരുപാട് പണി ഉണ്ടായിരുന്നല്ല, ഉണ്ടായ പണി അദ്ദേഹം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലീൻ ഷീറ്റ് കുറേ കാലത്തിന് ശേഷം ബ്രസീൽ നേടി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതൊഴികെ രണ്ടാം പകുതിയിലെ പെർഫോമൻസ് ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈ കളി മതിയാവില്ല വമ്പൻ ടീമുകൾക്കെതിരെ എന്ന് ഉറപ്പാണ്. ഈവൻ സ്കോട്ട്ലൻഡിനെതിരെ പോലും ഇത് പോരാ, കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഫൈനൽ തേർഡിലാണെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നു. അതുപോലെ തന്നെ ബാക്ക് ലൈനിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ മാത്രമുള്ളൊരു മികവ് ഹെയ്ത്തിക്കില്ലാതെ പോയതുകൊണ്ടാണ് വലിയൊരു കേടുപാടില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നത്. അടുത്ത കളികൾക്ക് കൂടുതൽ മികവിലേക്ക് ബ്രസീൽ ഇനിയും മാറേണ്ടതുണ്ട്. കാർലോ അഞ്ചലോട്ടി പറഞ്ഞ പോലെ ടീം ഇമ്പ്രൂവ് ചെയ്ത് വരും എന്ന് തന്നെ കരുതാവുന്നതാണ്. ഏതായാലും ഈ കളി പോരാ, ഇത് ടീമിന് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടാവും. 3-0 വിജയം എന്നൊക്കെ പറയുമ്പോൾ അത് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടാവും. ആ കോൺഫിഡൻസിൻ്റെ മേൽ ഇനി ബിൽഡ് ചെയ്യുകയാണ്, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു പെട്ടെന്നുള്ള കളി കണ്ടപ്പോഴുള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വെരി ഗുഡ്, സെക്കൻഡ് ഹാഫ് ഹൊറിബിൾ. സോ ഇത് പോരാ, ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.